എന്ന വാക്ക് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? ഐ ലവ് ഹെർ, ഐ ലവ് ഹിം, വി ആർ ഇൻ ലവ് എന്നൊക്കെ. പക്ഷേ ഈ ലവിന്റെ അർത്ഥം പൂർണ്ണമായി അറിഞ്ഞിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പലവട്ടം പറയുന്നുണ്ടെങ്കിലും അവിടെ വർക്കാവാതെ പോകുന്നതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതായത് ഈ ലവിനെ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന്. ഈ ലവിലെ എൽ എന്താണെന്ന് അറിയാമോ? എൽ എന്ന് പറയുന്നത് ലിസൺ ദം വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്നാണ്. അതായത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുവാൻ തയ്യാറാവണം. അവിടെ ഒരു ജഡ്ജ്മെന്റിനും സ്ഥാനമില്ലാതെ ശരിയായ രീതിയിൽ അവരെ കേട്ടിരിക്കാൻ തയ്യാറാവണം. അതിൽ ഓ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഓ ഫോർ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് സത്യസന്ധമായി ഓപ്പണായി എല്ലായ്പ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇനി വിക്ക് ഒരു മീനിങ് ഉണ്ട്, അതായത് വാലിഡേറ്റ് ദെയർ ഫീലിങ്സ്. ഒരാളുടെ ഫീലിങ്സിനെ അതുപോലെ തന്നെ വാലിഡേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുവാൻ പാടുള്ളൂ. ഈ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ? ഈ ഫോർ എക്സ്പ്രസ് ആൻഡ് അപ്രിഷിയേറ്റ് ദം. അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നോ നിങ്ങൾ എന്താണെന്നോ നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നൊക്കെ യാതൊരു മടി കൂടാതെ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അവരുടെ ഏതൊരു ചെറിയ നല്ല കാര്യങ്ങളെ പോലും അപ്രിഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ 4 ലെറ്റേഴ്സിനെ അതുപോലെ മനസ്സിലാക്കി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എല്ലാം ലവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്.